ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ പുണ്യങ്ങൾ പൂക്കുന്ന പൂക്കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 50 നോമ്പ് കാലം. 50 നോമ്പിൻ്റെ ആരംഭം കുറിച്ചു. ഇന്ന് 2ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്നേ ദിവസം വിശുദ്ധ ഗ്രന്ഥം മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലെ 14 മുതലുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ബലിയിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചും ബാഹ്യമായ വിശുദ്ധിയെയും കുറിച്ചുമാണ് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുക. പുറമേ നിന്നും അകത്തേക്ക് കടന്നു വരുന്നവയല്ല, മറിച്ച് അകത്തു നിന്നും പുറത്തേക്ക് വരുന്നവയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്ന് വചനം പറയുന്നു. കർത്താവ് വളരെ ലളിതമായിട്ടാണ് ഇത് ഇവിടെ അവതരിപ്പിക്കുക. സ്ലീഹന്മാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ എന്താണെന്ന് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തവർ ചോദിച്ചപ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, വായിലേക്ക് അല്ലെങ്കിൽ ആഹാരമായി ഭക്ഷിക്കുന്നത് അത് ആഹാരമായി നമ്മുടെ ഉദരത്തിലേക്ക് കടന്ന് അത് വിസർജിക്കപ്പെടുന്നു. പക്ഷേ അത് നമ്മുടെ ജീവിത അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തുവാൻ, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുവാൻ അത് സഹായിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മനുഷ്യന് ജീവിത വിശുദ്ധി നേടുവാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന അവൻ്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ ചെയ്തികളാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ വിശുദ്ധി പാലിക്കുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വചനം, അധരങ്ങൾ കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതായ അനീതി നിറഞ്ഞതായ, അനുചിതമല്ലാത്തതായ, അനുചിതമായ അങ്ങനെയുള്ള വാക്കുകളാണ് നമ്മളെ പലപ്പോഴും അശുദ്ധരാക്കുന്നത്, അശുദ്ധിയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത്. കാരണം ബാഹ്യമായിട്ട് നമ്മൾ നൽകുന്ന നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളുമല്ല നമ്മളെ വിശുദ്ധിയുടെ ആധാരമായി നിൽക്കുന്നത്, മറിച്ച് നമ്മുടെ അധരത്തിൽ നിന്നും ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തികളുമാണ് പലപ്പോഴും നമ്മളെ അശുദ്ധമാക്കുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ അസൂയ, സ്വാർത്ഥത, അഹംഭാവം, ഇങ്ങനെയുള്ള ഒരുപാട് ദുർഗുണങ്ങൾ അവൻ്റെ വാക്കുകളിലൂടെ കടന്നു വരുമ്പോൾ അവനെ അത് അശുദ്ധമാക്കുന്നു. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് മലയിലെ പ്രസംഗത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാനായി സാധിക്കുകയുള്ളൂ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായി, നമ്മുടെ ഹൃദയശുദ്ധി പാലിക്കുവാനായി, നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുവാനും നമ്മുടെ സംസാരത്തെ കൂടുതൽ നന്മ നിറഞ്ഞതാക്കുവാനും, അങ്ങനെ നന്മയിലൂടെ നമ്മുടെ ഹൃദയത്തെ മറ്റുള്ളവർക്ക് ജീവിതം കൊണ്ട് നമ്മളെ പ്രാവർത്തികമാക്കുവാൻ, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിത വിശുദ്ധി പാലിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ നന്മ ചെയ്യുവാനും, നന്മ പ്രവർത്തിക്കുവാനും, നന്മ സംസാരിക്കുവാനും, അങ്ങനെ നന്മയിലൂടെ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുവാനും, അങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരായ നമുക്ക് ദൈവദർശനവും ദൈവഭാഗ്യവും ലഭിക്കുവാനായിട്ട് ഇടവരട്ടെ. ഈ ദൈവവചനം നമുക്ക് ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധി ഭരിക്കുവാനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.